ഇതിൽ അഭിനയിച്ച പല നടന്മാരും വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട ചേട്ടാ ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞത്. ഞാൻ എഴുതി വെച്ചുതരാം. ഇതിൽ അഭിനയിച്ച നടന്മാരുടെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾ അവരെയൊക്കെ പേഴ്സണലി വിളിച്ചിട്ട് ചോദിക്കുക, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ. ഈ സിനിമയ്ക്ക് ഡബിങ് നടക്കാൻ വേണ്ടി ഈ പറയുന്ന എല്ലാ ആർട്ടിസ്റ്റുകളെയും വിളിച്ച് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്താൽ ഈ സിനിമ തീർത്ത് കൊടുത്താൽ മാത്രമേ കച്ചവടമാകത്തുള്ളൂ. ഒന്ന് സഹായിക്കും. ബഡ്ജറ്റ് നമുക്ക് വിചാരിച്ചേക്കാൾ കുറച്ചുകൂടെ മാറിയിട്ടുള്ളത്. ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇതിൽ ഓരോ ആർട്ടിസ്റ്റുകളെയും പേഴ്സണലി വിളിച്ച് ഞാനും വിഷ്ണു സംസാരിച്ചാണ് ഡബ് ചെയ്യുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിനെതിരെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ കേസ് കൊടുത്തിട്ടുണ്ട്. അവന് കാശ് കംപ്ലീറ്റ് കൊടുത്തിട്ടില്ല. ഇതിന്റെ ക്യാമറാമാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ കോപ്പി ഇതിലുണ്ട്, ഞങ്ങളിത് കാണിക്കാം. ഇതിൽ വർക്ക് ചെയ്ത പല ആളുകൾ കേസ് കൊടുക്കുമ്പോഴും വിളിച്ച് സംസാരിച്ച് എടാ അങ്ങനെയല്ല, പുള്ളി ഒരു സിനിമ ചെയ്യാൻ വേണ്ടി വന്നതാണ്, നമ്മൾ ഈ സിനിമ തീർക്കണം, തീർത്തു കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടന്റിലും ഇതിന്റെ മേക്കിങ്ങിലും ഒക്കെ നമുക്ക് വിശ്വാസമുണ്ട്. അന്ന് പടം കണ്ട എല്ലാവരും, ഞങ്ങളുടെ ടീമായാലും പുറത്തുള്ളവരായാലും എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ ഈ റിലീസ് അടുപ്പിക്കുമ്പോൾ ഈ ചെന്നൈയിലുള്ള ടീമിന്, അതായത് ചെന്നൈയിലുള്ള പ്രൊഡക്ഷൻ ഹൗസിനെ സെറ്റിൽ ചെയ്യണം. സെറ്റിൽ ചെയ്യാതെ ഈ പടം ഇറക്കാൻ പറ്റില്ല. ഏകദേശം 6 കോടി പലിശ അടക്കം 6,85,00,000 രൂപ സെറ്റിൽ ചെയ്താൽ മാത്രമേ ഈ സിനിമ ഇറങ്ങൂ എന്നൊരു അവസ്ഥ ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായൊരു മൊമെന്റിലാണ് ഞാൻ ആ സമയം അടുത്ത സിനിമ ഗോകുലമായിട്ട് അനൗൺസ് ചെയ്തത്. ഗോകുലമായിട്ട് ചെയ്യാൻ റെഡിയായിരുന്നു. ഗോകുലമായിട്ട് ഞാൻ സംസാരിക്കുകയും ഗോപാലൻ സാറിനെയും മൂർത്തി ചേട്ടനെയും മീറ്റ് ചെയ്ത് സംസാരിക്കുകയും ഇങ്ങനൊരു സംഭവമുണ്ട്, നമ്മളെ സഹായിക്കണം, ഈ സിനിമ ഇറങ്ങണമെന്ന് പറയുമ്പോൾ ഗോപാലൻ സാറും മൂർത്തി സാറും ഈ സിനിമ വന്ന് കാണുകയും അവർ ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും ഈ ചെന്നൈ കമ്പനിക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് ഗോകുലം സെറ്റിൽ ചെയ്യണം. സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടും ഈ സിനിമ ഇറക്കണമെങ്കിൽ കുറച്ച് കടമ്പകളുണ്ട്. ഫൈനൽ ഔട്ട് അടിക്കണം, ബാക്കിയുള്ള സെറ്റിൽമെന്റ് ചെയ്യണം, സ്റ്റുഡിയോ റെന്റ് കൊടുക്കണം. ഇതെല്ലാം ഗോകുലത്തിന്റെ സൈഡിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഈ പൈസ എല്ലാം പോയിരിക്കുന്നത് അക്കൗണ്ട് ത്രൂ മുള്ളിച്ചേട്ട വഴിയാണ്. അതായത് ഗോകുലം കൊടുത്ത പൈസയും ഡ്രീം പിക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കൊടുത്ത പൈസയും തിങ് സ്റ്റുഡിയോസിന്റെ പൈസ ഒക്കെ പോയത് മുള്ളിച്ചേട്ട അക്കൗണ്ടിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നാണ് എല്ലാ പൈസയും പോയി. അദ്ദേഹം മീഡിയയോട് പറയും അദ്ദേഹം ആലോചിക്കുന്നത് അദ്ദേഹത്തിന്റെ കാശല്ല, അദ്ദേഹത്തിന് വേണ്ടി ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തവർ കൊടുത്ത പൈസ പുള്ളി മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അതെല്ലാം അദ്ദേഹം ഇന്നലെ ഒരു പേപ്പർ അദ്ദേഹം മീഡിയയുടെ മുന്നിൽ കാണിച്ചിരുന്നു. ഇതിന്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തു സാറ്. അതിൽ തന്നെ ഈ സിനിമയുടെ ടോട്ടൽ ഇൻകം, അതായത് ബിസിനസ്, ഞാൻ കളക്ഷൻ അല്ല പറയുന്നത്, പ്രൊഡ്യൂസർ ഷെയറും ബാക്കി ബിസിനസ് എല്ലാം കഴിഞ്ഞ് ഇൻകം 15 കോടി രൂപയാണ് അദ്ദേഹം കാണിച്ചിരുന്നത്. 15 കോടി കളക്ഷൻ വന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പ്ലസ് അദ്ദേഹം അതിനോട് ആഡ് ചെയ്തതിനെ കുറിച്ച് പോയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കുറെ ഇൻട്രസ്റ്റ് കണക്കുകൾ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചെലവുകൾ, അദ്ദേഹം ആരുടെയൊക്കെ അടുത്തൊന്ന് പൈസ വാങ്ങിച്ചതിന്റെ എക്സ്പെൻസുകളൊക്കെ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ഇതിലെല്ലാം കൂട്ടി 22 കോടി എന്ന് പറയുന്നു. ഞാൻ പറയുന്നത് ഓപ്പണായിട്ട് ഞാൻ പറയുന്നത് ഇതൊരു ഈ സിനിമയ്ക്ക് ചെലവായ പൈസ ഒരു പബ്ലിക് ഓഡിറ്റിംഗിന് വിധേയിക്കും. ഞങ്ങൾ റെഡിയാണ്. ഇവിടെ അസോസിയേഷൻ ഉണ്ട്, ഇവിടെ നിങ്ങൾ മീഡിയ ഉണ്ട്, ജനങ്ങളുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ എന്റെ അക്കൗണ്ട് ബാലൻസും വിഷ്ണുവിന്റെ അക്കൗണ്ട് ബാലൻസും ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് ബാലൻസും വേണം ഞങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് തരാം. ഇപ്പോഴും എനിക്ക് 6 പടം ചെയ്തിട്ടും എങ്ങനെ ജീവിക്കുന്നുള്ളത് എനിക്കറിയാം. കാര്യം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾക്കുണ്ട്. ഈ സിനിമയ്ക്ക് ഇന്നലെ അദ്ദേഹം പറഞ്ഞു എനിക്ക് 25 കോടി രൂപ 25 ലക്ഷം രൂപ സോറി ഇനി അതിനെ അടുത്ത് പറയുന്നുണ്ട് 25 ലക്ഷം രൂപ എനിക്ക് തന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇന്നലെ ഒന്നുമായിട്ട് മൊത്തം എടുപ്പിച്ചപ്പോൾ അത് എനിക്ക് പല സമയത്തായിട്ട് അയച്ചിരിക്കുന്ന പൈസ ഒരു 17-18 ലക്ഷം രൂപയാണ് പല സമയത്തായിട്ട്. ഇതിൽ ഏറ്റവും വലിയ ഫൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ സിനിമ റിലീസിന് മുന്നുള്ള പ്രൊമോഷൻ സമയത്ത് ഞാൻ ഇതിലെ ഓൺലൈൻ മീഡിയാസിന് അറിയാം, ഞാൻ അന്ന് പ്രൊമോഷൻ തന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ്. എന്റെ അച്ഛന്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് വെൽക്കെയർ ഹോസ്പിറ്റലിൽ കിടക്കുകയും ഞാൻ അവിടുന്ന് വരുന്നത്. ഈ അച്ഛന്റെ സർജറിക്ക് 3 ദിവസം മുന്നേ 3-4 ദിവസം മുന്നേ ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഞാൻ ദുബായിലാണ്, നമ്മൾ പടം ഇറങ്ങാൻ പോകാൻ, നമ്മൾ രക്ഷപ്പെടുന്നു, നമ്മൾ അടിപൊളിയാവും, ധൈര്യമായിട്ടിരിക്കുന്ന കൂടി ഞാൻ ദുബായിൽ പെട്ടിരിക്കുക, എനിക്ക് നാളെ നാട്ടിൽ വരണം, നാളെ ഒരു സെറ്റിൽമെന്റ് കിട്ടും, എനിക്ക് ഇവിടെ ഒരു സെറ്റിൽമെന്റ് ഒരു 3 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു. ഈ 3 ലക്ഷം രൂപ വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോളാം, ഞാൻ അച്ഛന്റെ സർജറിക്ക് പൈസ എനിക്ക് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എന്റെ കയ്യിൽ പൈസ കുറവാണ്, കാരണം മറ്റന്നാൾ സർജറിയാണ്, അല്ല നാളെ ഞാൻ എത്തും, ഒരു ടെൻഷനും വേണ്ട, അച്ഛന്റെ സർജറിക്കുള്ള പൈസ ബാക്കി ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഈ ഡേറ്റ് വരെ എനിക്ക് ആ പൈസ തിരിച്ചിട്ടിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.